ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് ഏത്തപ്പഴം വെച്ചുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ്. എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 5 എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ചെറുതായിരുന്നു, അത് കാരണം ഞാൻ 5 എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പം നമ്മളുടെ പഴം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ തോല് മാറ്റി അതൊന്ന് ഉടച്ചെടുക്കണേ. അപ്പോൾ ഇതാ ഞാനിവിടെ ഇതിൻ്റെ തോലൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പഴമായതുകൊണ്ടാണ് ഞാൻ 5 എടുത്ത്. ഒത്തിരി വലിയ ഏത്തപ്പഴമൊക്കെ ആണെങ്കിൽ 3 എടുത്താൽ മതിയാവും കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ തോലെല്ലാം ഇവിടെ ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണേ. അപ്പോൾ ആ തോലൊക്കെ മാറ്റിയ പഴം ഞാൻ വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പഴത്തിൻ്റെ ഉള്ളിലൊരു കറുത്ത അരി പോലെ ഉണ്ടാവുമല്ലോ, അത് മാറ്റണം എന്നുള്ളവർക്ക് മാറ്റാം, പക്ഷേ അങ്ങനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു സ്നാക്ക് ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ മാറ്റി കൊടുക്കുന്നില്ല കേട്ടോ. ഞാനിതൊരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ടാണ് ഇതൊന്ന് മാഷ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു മാഷർ ഇല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് വശം വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്താണെങ്കിലും ഇതുപോലെ നല്ല ചൂടോടുകൂടി ചെയ്തെടുത്താൽ നമുക്ക് ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് നല്ല സോഫ്റ്റായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇത് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണേ. അപ്പം നമ്മൾ ആ ഉടച്ചെടുത്ത പഴം ഞാൻ ഒരു സ്പാച്ചുല വെച്ച് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം, കാരണം ഇതിലേക്ക് ഒരു തേങ്ങയുടെ മിക്സും കൂടി ഇനി റെഡിയാക്കി എടുക്കാനുണ്ട്. അതപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ നെയ്യ് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് കാഷ്യൂനട്ട് അല്പം കട്ട് ചെയ്ത ടൈപ്പ് കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ തേങ്ങ ഇങ്ങനെ മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഈ സമയത്ത് 1 ടീസ്പൂൺ ഏലക്കായയുടെ പൗഡറും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പഴം നല്ല മധുരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണേ. നമ്മളപ്പം മാഷ് ചെയ്ത് വെച്ച പഴത്തിലേക്ക് നമ്മളുടെ ഈ തേങ്ങയുടെ കൂട്ടങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സ്പാച്ചുല വെച്ച് തന്നെ ഒന്ന് മിക്സ് ആക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് തണുത്ത് വന്നതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇപ്പോൾ ചേർക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൂട്ടി ഫ്രൂട്ടി കഴിക്കാൻ അവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഈ സ്നാക്സ് ചെയ്തെടുക്കുമ്പോൾ കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടൂട്ടി ഫ്രൂട്ടി ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന പഴം ഇപ്പോൾ ഒരുപാട് പഴുത്ത് പോയ പഴമാണെങ്കിൽ ചിലപ്പോൾ നമുക്കിതുപോലെ കുഴച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല, അത് കുറച്ച് ലൂസായിട്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പത്തിരിയുടെയൊക്കെ പൊടിയില്ലേ, നൈസായിട്ടുള്ള പൊടി, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. കൂടുതൽ ചേർക്കരുത്, 1 ടേബിൾ സ്പൂൺ മതിയാവും. അടുത്തതായി ഇതിലേക്ക് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടി 1 കപ്പ് മൈദപ്പൊടി, ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതായത് പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസ് പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുമ്പോൾ ഈ ഒരു ബാറ്റർ നല്ലൊരു ടേസ്റ്റ് ഇതിന് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ശരി, ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം ഫുഡ് കളർ വേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ചേർത്തിട്ടുള്ള ഒരു നുള്ളു ഉപ്പാണ്. ഇതിനോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ആ പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, ഇതാ നോക്കൂ, ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചെറു ചൂടുവെള്ളം, വാം വാട്ടറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അത് ഇതിലേക്ക് ഒഴിച്ച് ഇതിനെ ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ 1 കപ്പ് ഒഴിച്ച് ഒന്ന് ഇളക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ഇതിലേക്ക് ഒരു അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പം ഞാനിതൊന്ന് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് 1 കപ്പും പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ, അതായത് ഏകദേശം ഒരു 1.25 കപ്പോളം വെള്ളം ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ ഞാനിപ്പം കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ഇത് കലക്കിയെടുക്കാം.
എന്നിട്ട് ഇതൊന്ന് 10 to 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം. അപ്പം നമുക്ക് ഈ ഡോവിനെ ഇതിന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കണമല്ലോ. അപ്പം ബോൾസ് ആക്കി എടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒരു മൂടി എടുത്തിട്ടുണ്ട്. ആ മൂടിയിൽ ഞാനൊരല്പം നെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഈസി ആയിട്ട് നെയ്യ് തടവിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് കമത്തിടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് പോരും കേട്ടോ. അതിൻ്റെ ഷേപ്പൊന്നും മാറാതെ ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ഷേപ്പ് ഇഷ്ടം അതേപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ വശത്തേക്കും മാവ് വരുന്ന പോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഴിയുള്ള പാത്രമാണെങ്കിൽ കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട്, അതുപോലെ നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്ക് ഐറ്റമാണിത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് പഴംപൊരിയുടെയൊക്കെ ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ഡിഫറൻസ് ഉണ്ട് അതിൽ നിന്ന്. പക്ഷേ എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ടോട്ടൽ ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമുക്കപ്പോൾ അതൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതാ കണ്ടോ, അതിൻ്റെ അകത്ത് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.